സാധിച്ചു. നമ്മുടെ 3 സ്ഥാനാർത്ഥികളും പ്രഗത്ഭ നമ്മുടെ നഷ്ടങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കണം. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട തൃത്താല അസംബ്ലി മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. നിലമ്പൂരാണെങ്കിലും അവിടൊക്കെ തന്നെ മിന്നുന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചു. നമ്മൾ നേരത്തെ നമ്മുടെ നിയമസഭാ സാമാജികന്മാരും നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങൾ ക്രമാതീതമായി നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു. വലിയ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ജയിച്ചത്. ആ ഒരു വലിയ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കാൻ പോകുന്നു. ഇന്ന് അതിൻ്റെ ലോഗോ പ്രകാശനം നമ്മുടെ ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ വാർഷിക കൗൺസിലിനോടനുബന്ധിച്ച് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്കറിയാം, മലപ്പുറം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ കൗൺസിൽ യോഗം നടക്കുന്ന ഈ മഹാസംഗമത്തിൽ അധ്യക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടതായ മാർഗദർശനവും നേതൃത്വവും നൽകുന്ന നമ്മുടെ അഭിനന്ദനായ നേതാവ്, പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തനങ്ങൾക്ക് കുടുംബ ബന്ധം തന്നെയാകണമെന്നില്ല, പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവിൻ, നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകും എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ തിരുവചനം ഓർത്തുപോവുകയാണ്. ബന്ധങ്ങൾ മുറിക്കുന്നവർക്കല്ല, അത് ചേർക്കുന്നവർക്ക് മാത്രമാണ് ഇരുലോക സൗഭാഗ്യമുണ്ടാകുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു സൂചന, ഇതിനേക്കാൾ വലിയ ഒരു കൽപ്പന വേറെ ആവശ്യമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന ഒരു കുടുംബത്തിൽ വളരെ അകല പ്രദേശങ്ങളിലുള്ളവരുണ്ടാകും, എപ്പോഴും കാണാൻ കഴിയാത്തവരുണ്ടാകും. ഞാൻ ഈ കൗൺസിൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വിവിധ രംഗങ്ങളിൽ ഒന്ന്, വളരെ തലമുതിർന്ന ഒരു പഴയ നേതാവ് മെല്ലെ നടന്നു വന്ന് ഈ മുൻസീറ്റിൽ ഇരുന്നതാണ്. സദസ്സിന്റെ മുൻസീറ്റിൽ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ വളണ്ടിയർമാരുടെ സഹായത്തോടു കൂടി എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ദീർഘസമയം ഇരിക്കാനുള്ള അവശതയുള്ള, എന്നാലും ഇവിടെ വന്നു പോകണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള, ഈ കൗൺസിലിൽ വന്ന് ഹാജരാകണമെന്ന് അങ്ങേയറ്റത്തെ മോഹമുള്ള എത്രയോ പേരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാലമാണിത്. ബന്ധങ്ങൾക്കൊക്കെ വിലയില്ലാതായിത്തീരുന്ന കാലമാണ്. രാഷ്ട്രീയ പാർട്ടിയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നതും ഒരു ബന്ധവുമില്ലാത്ത ബന്ധമല്ല. ഒരു പാർട്ടി, ഒരു പൊതുസമൂഹത്തിൽ, പൊതുരംഗത്ത് വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഒന്നിച്ച് പ്രവർത്തിക്കുക, സഹപ്രവർത്തകരായി തീരുക എന്ന് പറയുന്നത് അതൊരു ഉന്നതമായ നന്മയാണ്. നമ്മുടെ അഭിനന്ദനായ നേതാവ്, നമ്മുടെ പ്രവർത്തനത്തിന്റെ ചൂരുമായ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുവെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ സദസ്സുമായിട്ട് ആ സന്തോഷം പങ്കുവെക്കുകയും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ തുടങ്ങിയ കാര്യം ഇതാണ്. ലീഗ് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ആദരണീയനായ നമ്മുടെ നേതാവ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയുണ്ടായത്. എത്രയോ കാലങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 75 കൊല്ലത്തോളം ചരിത്രം അതിലുണ്ട്.
മുക്കാൽ നൂറ്റാണ്ട് കാലത്തോളം ഈ രാജ്യത്ത് നിലനിന്ന ഒരു പാർട്ടി, മുക്കാൽ നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. ലീഗ് രൂപീകരിക്കുന്ന കാലത്ത് ജനിച്ച ഒരു മനുഷ്യൻ 1948 മാർച്ച് 10 ലീഗ് രൂപീകരിക്കുന്ന കാലത്ത് ജനിച്ച ഒരു മനുഷ്യന് ഇന്ന് ഏകദേശം 74 വയസ്സ് കഴിഞ്ഞ് 75 വയസ്സായിട്ടുണ്ടാകാം. അപ്പൊ ലീഗ് രൂപീകരിക്കുന്ന കാലത്ത് ചെറുപ്പക്കാരായിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാകണമെന്നില്ല. കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിന് രൂപകൽപ്പന ചെയ്യുന്ന കാലത്ത് യുവാവായിരുന്നവർ പലരും ഇന്ന് കാലഗതി അടഞ്ഞ് പരലോകയാത്ര ചെയ്തു പോയിട്ടുണ്ടാകുമെന്നുള്ളത് തീർച്ചയുള്ള കാര്യമാണ്. കായികമില്ലത്തിന്റെ സഹപ്രവർത്തകരായി അന്ന് ഏകദേശം മുതിർന്ന പ്രായമെത്തിയ ആളുകളാകട്ടെ അവരാരും ഇന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതേസമയം അന്ന് ജനിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് പോലും 10-75 വയസ്സാകണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന മഹാവടവൃക്ഷം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മുക്കാൽ നൂറ്റാണ്ട് കാലം തളർച്ചയില്ലാതെ തണലേകൊണ്ട് നിലനിന്ന ഒരു തണൽ മരം പോലെ, ശക്തമായ വടവൃക്ഷം പോലെ ഇന്ത്യയിൽ നിലനിൽക്കാൻ സാധിക്കുന്നു എന്ന് അത് തന്നെയാണ് ലീഗ് രാഷ്ട്രീയത്തിന്റെ വിജയം. അത് തന്നെയാണ് ലീഗ് രാഷ്ട്രീയത്തിന്റെ വിജയം. ലീഗിന്റെ ഒരു പൊളിറ്റിക്കൽ വിക്ടറി എന്ന് പറയുന്നത് അത് തന്നെയാണ്. സീറ്റുകളും വിജയങ്ങളും മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വിജയങ്ങളും മാത്രമല്ല, മുക്കാൽ നൂറ്റാണ്ട് കാലം വിജയിച്ച ഒരു രാഷ്ട്രീയ പരീക്ഷണം. പണ്ടൊക്കെ മുസ്ലിം ലീഗ് വേദികളിൽ നമ്മളൊക്കെ പറയുമ്പോൾ, ലീഗിന്റെ പ്രസംഗകർ പറയുമ്പോൾ, മുതിർന്നവരും ഇളയവരും പറയുമ്പോൾ ലീഗ് ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് എന്ന് പറയുമായിരുന്നു. എങ്കിൽ ആ പരീക്ഷണത്തിന്റെ കണക്കെടുപ്പാൻ സമയമായിരുന്നു. ആ കണക്കെടുപ്പ് വൻതോതിലുള്ള വിജയത്തിന്റെ കണക്കെടുപ്പാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള ദർശനത്തിന്റെ വിജയമാണ്. രാജ്യത്തോട് കൂറ് പുലർത്തിക്കൊണ്ട്, ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾ, അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാവുക എന്നുള്ളതാണ് രാഷ്ട്രീയ ദർശനം. അതേസമയം മറ്റുള്ളവരുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് മൈത്രിയോടെ മതേതരത്വത്തിൽ നിൽക്കുമ്പോഴും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതനിരാസമല്ല, മതതിരസ്കാരമല്ല, മതനിഷേധമല്ല, മതമൂല്യങ്ങളോടുള്ള അനാദരവല്ല, മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള മതേതരത്വമല്ല, മതത്തിനകത്ത് തന്നെ ഒരു മതേതരത്വമുണ്ട് എന്ന് തെളിയിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. നമ്മുടെ മതേതരത്വത്തിന് പുറത്തല്ല. നാം അതിനെ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും ശിരസാവഹിക്കുന്നതും സാക്ഷാത്കരിക്കുന്നതും നമ്മുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. മനുഷ്യത്വമാണ് മതേതരത്വത്തിന്റെ അർത്ഥം. എല്ലാവരും മനുഷ്യരെയും പരിഗണിക്കലാണ് മതേതരത്വം. മനുഷ്യരെ കണക്കിലെടുക്കുമ്പോൾ മതം നോക്കാതെ, ജാതി നോക്കാതെ, കക്ഷി നോക്കാതെ, സമുദായം നോക്കാതെ മനുഷ്യൻ എന്ന ഒരേ ഒരു നിലപാടിൽ കണക്കിലെടുക്കാൻ മനുഷ്യരെ സജ്ജനാക്കുന്നതിന്റെ പേരാണ് സെക്യുലറിസം എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ദർശനത്തിന് വിജയം ഉണ്ടായിട്ടുള്ളത്. അത് ലോകത്ത് തന്നെ വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ്. കേട്ടു മറക്കാനുള്ളതല്ല, ഒരു യഹൂദന്റെ ദേഹം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആ യഹൂദിയുടെ ദേഹത്തോട് ആദരം പ്രകടിപ്പിക്കുന്നു. പുണ്യ റസൂലിന്റെ ഒരു പിയെ, കൂടെ എപ്പോഴും നടന്നിരുന്ന ഒരു സേവകൻ, ഒരു യഹൂദി ചെറുപ്പക്കാരനായിരുന്നു എന്ന് കൂടി ഓർക്കണം. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു കാലമാണിന്ന്. ഒരു യുവാവ് പുണ്യനദിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, സേവകനായി. ആ ചെറുപ്പക്കാരന്റെ അസുഖം ബാധിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ കാണാൻ പോകുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാണാൻ പോകുന്ന സമയത്താണ് ബാപ്പയുടെ അനുമതിയോടെ ആ കുട്ടി മരിക്കാൻ പോകുന്ന നേരത്ത് രണ്ട് മുഖത്തേക്ക് ആ കുട്ടി നോക്കി. ഒന്ന് സ്വന്തം പിതാവിന്റെ മുഖത്തേക്ക്, ഒന്ന് താൻ ഇത്രയും കാലം സേവനം ചെയ്ത പരിശുദ്ധ റസൂലിന്റെ, ലോകത്തിന് കാരുണ്യത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത റസൂലിന്റെ മുഖത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ കുട്ടിയുടെ ബാപ്പ പറയുന്നുണ്ട്, അബുൽ ഖാസിം പറഞ്ഞ പോലെ ചെയ്തുകൊള്ളൂ എന്ന്. അബുൽ ഖാസിം എന്നുള്ളത് റസൂലുള്ളാഹിന്റെ ഓമന പേരാണ്. സ്നേഹത്തോടെ ജനങ്ങൾ വിളിച്ചിരുന്ന പേരാണ് അബുൽ ഖാസിം. അബുൽ ഖാസിമിന്റെ പറയുന്നത് പോലെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടു എന്ന്. അവിടെ വെച്ചാണ് ആ കുട്ടി പരിശുദ്ധ റസൂലിന്റെ അനുയായിയായിട്ട് കണ്ണടക്കുന്നത്.
എന്ന് വെച്ചാൽ മരിക്കുന്നവരെ ജൂതനായിക്കൊണ്ടാണ് തിരുനബിയുടെ കൂടെ ആ ചെറുപ്പക്കാരൻ പ്രവർത്തിക്കുകയുണ്ടായത്. എന്തൊരു വികാരഭരിതമായിട്ടുള്ള മതേതരത്വത്തിന്റെ ചിത്രമാണ്. അതുകൊണ്ട് ഇന്ന് ചിലർ മതേതരത്വത്തിന് വേണ്ടി മത തിരസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന്, മനുഷ്യന്റെ പൊതുജീവിതത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും മതത്തെ തള്ളി പറയാൻ ശ്രമിക്കുന്നു. അത് ഇന്നത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ഞാൻ പറയുന്നത്, നാളെ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതനിരാസത്തിന്റെ അരാജകത്വം. നമ്മുടേതുപോലുള്ള ജില്ലകളിൽ അടക്കം ആഴത്തിൽ വേരൂന്നിക്കൊണ്ടുള്ള മതനിരാസം കൊണ്ടുവരാനുള്ള കടുത്ത ഗൂഢാലോചന നടക്കുന്ന കാലമാണ്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല, ഇത് അതിനുള്ള സന്ദർഭവുമല്ല. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ സമൂഹത്തെ മൊത്തത്തിൽ പരിഗണിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ, ഈ സമൂഹത്തെ മൊത്തത്തിൽ കണക്കിലെടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ, ഈ സമൂഹത്തിന്റെ മത, ധാർമ്മിക, സാംസ്കാരിക കാര്യങ്ങളെ അവഗണിക്കാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് എന്നും നിലകൊണ്ടിട്ടുള്ളത് ലീഗ് രാഷ്ട്രീയത്തിന്റെ അകത്ത് അതിന്റെ ധാർമ്മിക, സാംസ്കാരികമായിട്ടുള്ള ഒരു ഉള്ളടക്കം, അറബ് ഭാഷയോടുള്ള സമീപനമാകട്ടെ, ശരീഅത്തിനോടുള്ള സമീപനമാകട്ടെ, പേഴ്സണൽ ലോയോടുള്ള സമീപനമാകട്ടെ, വഖഫിനോടുള്ള ഒടുക്കത്തെ ഈ കേന്ദ്രം ഭരിക്കുന്നവരുടെ സമീപനമാകട്ടെ, നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അഖിലേന്ത്യാ തലത്തിൽ പ്രൊഫസർ ഖാദർ മുനീർ സാഹിബിന്റെ നേതൃത്വത്തിൽ, പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിലേക്ക് വന്നാലും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നെടുനായകനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം, ആ പോരാട്ടം ദേശീയ തലത്തിലും വലിയ തോതിലുള്ള ഒരു അന്തരീക്ഷമാണ് ലീഗിന് നൽകിയിട്ടുള്ളത്. ലീഗ് ശ്രദ്ധിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ്. പാർലമെന്റിനകത്താകട്ടെ പുറത്താകട്ടെ ലീഗിനൊരു വീക്ഷണമുണ്ട്, ഒരു നിലപാടുണ്ട്. അതെപ്പോഴും വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഒന്നൊന്നിനെ അവഗണിക്കാറില്ല. അല്ലെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് സംസ്കാരം കുടികൊള്ളുന്നുണ്ട്. കൾച്ചർ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ഇല്ല. ലീഗിന്റെ ഈ ഉത്തരവാദപ്പെട്ട കൗൺസിലിൽ ഈ എളിയവൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ന് ഇന്ത്യ ശ്രദ്ധിക്കുന്ന, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം എന്താണെന്ന് അറിയുമോ? സാംസ്കാരിക ദേശീയത എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള അവരുടെ ആശയം, അവരുടെ പ്രത്യയശാസ്ത്രം, കൾച്ചറൽ നാഷണലിസം. അത് പഠിച്ചാൽ മാത്രമേ ഇന്ത്യ ഭരിക്കുന്നവരുടെ മുന്നോട്ട് പോകുന്നത് സാംസ്കാരികമായിട്ട് തന്നെയാണ്. ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുമ്പോൾ, ചരിത്രത്തിലെ ചില ഭാഗങ്ങളെ തമസ്കരിക്കുമ്പോൾ, വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുമ്പോൾ ഒക്കെ തന്നെ അവരുടെ മുമ്പിലുള്ളത് അവർ മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയതയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിനകത്ത് ഉള്ള സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മതേതരത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നാം ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് വർഗീയതയും മറുഭാഗത്ത് തീവ്രമായിട്ടുള്ള മതസങ്കല്പങ്ങളും രണ്ടും വർജിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള മാർഗത്തിലൂടെ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഈ വിജയം കൈവരിച്ചിട്ടുള്ളത്. അതിനുള്ള നേതാക്കന്മാരാണ് മുമ്പ് കാലത്ത് മാത്രമല്ല ഇപ്പോഴും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും യുക്തരായിട്ടുള്ള നേതാക്കളാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ്, നമ്മുടെ അധ്യക്ഷൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അധ്യക്ഷ പ്രസംഗത്തിന്റെ അവസാനത്തിൽ കഴിഞ്ഞ കാലത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആ നേതാക്കന്മാരെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഇന്നും നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്, ആ സംസ്കാരത്തെ തള്ളി പറഞ്ഞുകൊണ്ടല്ല. കൈതമില്ലത്ത് ഇസ്മായിൽ സാഹിബായാലും ബാപ്പുക്ക് തങ്ങളായാലും KM സീതി സാഹിബായാലും പാണക്കാട് പൂക്കോയ തങ്ങൾ നമ്മുടെ സിരകളിൽ ഒരു ഉണർവ് പോലെ, ഒരു അഭിമാനം പോലെ, നമ്മുടെ മുമ്പിൽ എപ്പോഴുമുള്ള ഒരു വലിയ മാതൃക പോലെ നമ്മുടെ ഈ ജില്ലയിൽ നടക്കുന്ന ഏത് മുസ്ലിം ലീഗിന്റെ കൗൺസിലാകട്ടെ പ്രവർത്തനമാകട്ടെ ആ പാണക്കാട് പൂക്കോയ തങ്ങളുടെ തുടക്കത്തിലും ഓർമ്മകളിലും അല്ലാതെ കണ്ട് നമുക്ക് ചിന്തിക്കാനോ തുടങ്ങാനോ സാധിക്കില്ല. ഒരു മഹാമേരു പോലെ ഉയർന്നു നിൽക്കുന്ന പാണക്കാട് PMSI പൂക്കോയ തങ്ങൾ അവരൊക്കെ ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നേതാക്കളുടെ നേതൃത്വത്തിന്റെ വിജയം. ചിലർ പറ്റ പാരമ്പര്യം കൈയൊഴിച്ച്
പുതിയതിന്റെ കൂടെ പോകുന്നു. ചിലരാകട്ടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാലുകൾ പാരമ്പര്യത്തിന്റെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മാറ്റത്തോട് മുഖം തിരിക്കാതെ മാറ്റത്തോട് മന്ദസ്മിതം തൂങ്ങി ആ മാറ്റത്താൽ മാറ്റപ്പെടാതെ നിലകൊള്ളുന്നു. ഈ അടുത്ത കാലത്ത് BJP സർക്കാരിന്റെ ഔദ്യോഗിക ഡിപ്പാർട്ട്മെന്റുകൾ പേര് മാറ്റിയ ഇന്ത്യ അലയൻസിൽ നമ്മുടെ പാർട്ടിയുണ്ട്. ശക്തമായ സാന്നിധ്യമാണ്, ദുർബലമായ സാന്നിധ്യമല്ല. അത് വയനാടിലെ രാഹുൽ ഗാന്ധിയുടെ അഭിമന്യനായ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ മാത്രമല്ല, നമ്മുടെ നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ അടുത്ത ദിവസം വരെ ചേർന്നിട്ടുള്ള ഇന്ത്യ അലയൻസിന്റെ യോഗത്തിൽ നമ്മുടെ നേതാക്കളുണ്ട്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, ഖാദർ മൊയ്തീൻ സാഹിബുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. ഈ പോക്ക് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ചക്രവാളത്തിൽ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിപ്പ്. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കാനല്ല ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മുസ്ലിം ലീഗിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഒരു കൗൺസിൽ നാം ഇനി തിങ്ങി നിറഞ്ഞ സദസ്സിൽ നാം പുതിയ കാലത്തേക്കുള്ള അജണ്ട തയ്യാറാക്കുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങളുടെ തറയിൽ നിന്നുകൊണ്ടാണ് നാം മുന്നോട്ട് നോക്കുന്നത്. കൂടുതൽ അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ദേശീയ രംഗത്തെ രാഷ്ട്രീയമായ മാറ്റം കുറേയൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇടയിലുള്ള കാലത്ത് മരണപ്പെട്ടു പോയ, നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോയ നേതാക്കൾ, അറിയപ്പെടുന്നവർ, അറിയപ്പെടാത്തവർ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന കൂടി ലഭിക്കാനും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. എവിടെയെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മുടെ ചുട്ടിലെത്തുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ കഴിഞ്ഞ കൗൺസിൽ കൂടി ഈ കൗൺസിൽ കൂടുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേര് നമ്മോടൊപ്പം ഇല്ല. അതിനിടയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ലോകത്തുണ്ടായി. അതിനിടയിൽ പലരും വിട പറഞ്ഞു പോയി. ആ വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ ദീർഘായുസ്സ് നൽകട്ടെ. അവർ ദീർഘകാലം പ്രസ്ഥാനത്തിന് നയിക്കാനത്തിന്റെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്യാനുള്ള പണി കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ വേദിയിലെ സമ്പന്നരായ മന്ത്രിമാരും MLA-മാരും പാർട്ടി ഭാരവാഹികളും ഒക്കെയായിട്ടുള്ള നേതാക്കൾ, സദസ്സിലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ ആയ സദസ്സിലുള്ള ഇന്നത്തെ ജില്ലയിലെ കൗൺസിലാംഗങ്ങളെ ബഹുമാനായ നമ്മൾ ഏതാനും സമയത്തിനകം സദസ്സിലേക്ക് വരും. അവർക്കാണ് ഞാൻ തങ്ങളെയും വിളിച്ചുകൊള്ളാം. 12:30 ആകുമ്പോൾ എന്നാണ് അല്ല 12 വരും. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ വേദിയിലുള്ളതും സദസ്സിലുള്ളതും ഒക്കെ വരാൻ പോകുന്ന നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി തെരഞ്ഞെടുപ്പിനും നേതൃത്വം കൊടുക്കേണ്ട നേതാക്കൾ. അപ്പം അതുകൊണ്ട് തന്നെ കാലികമായ ഏതാനും വിഷയങ്ങൾ മാത്രം പറയാനേ ഞാൻ ഈ അവസരം കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല, കൗൺസിലിന് ഉച്ചൻ്റെ മുമ്പ് അതിൻ്റേതായ അജണ്ടകളുണ്ട് എന്ന് ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും പറയുകയുണ്ടായി. ഇവിടെ സംസ്ഥാനി വളരെ വിശദമായി ഈ റീസെൻ്റായിട്ടുള്ള അടുത്ത കാലത്തുണ്ടായ പാർട്ടിയുടെ ഒരു കെട്ടുടമോടുകൂടിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. മലപ്പുറം ജില്ലാ കൗൺസിലിന് അതിൽ അഭിമാനിക്കാം. കേരള സംസ്ഥാനത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ടായ ഇന്നത്തെ പ്രശസ്തി, അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് വന്നാൽ ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയെ തൂത്തുപാരാൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് നട്ടൽ എന്ന പ്രസക്തി ഉണ്ടാക്കി കൊടുത്തത് മലപ്പുറം ജില്ലാ കമ്മിറ്റി തന്നെ. ഒരു സംശയമാകാനില്ല. ആദ്യം അടുക്കും ചിട്ടയോടും കരുത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലാ വിഷയത്തിൽ മാതൃകകളാണ്. ആ മാതൃക മറ്റു ജില്ലകൾ കോപ്പി ചെയ്യും.
അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ച് റിസൾട്ട് ഉണ്ടാക്കേണ്ട സമയത്ത് റിസൾട്ട് ഉണ്ടാക്കും. ചരിത്രത്തിൽ അനവധി വിജയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ശരി, അടുത്ത സമയത്ത് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വടകരയിലും പൊന്നാനിയിലുമൊക്കെ ദേശീയ തലത്തിൽ വാർത്താ ചാനലുകൾ വാർത്തയിൽ സ്ഥാനം പിടിച്ച കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേശീയ തലത്തിൽ ഇന്ത്യയിലെ എല്ലാ വാർത്തകളും എല്ലാ തലത്തിലും കേരളം ഉണ്ടായിരുന്നു. വയനാട് രാഹുൽ ഗാന്ധി, അതിനപ്പുറം എല്ലാവിധ വെല്ലുവിളികളുമായി ഈ വക പല കാരണങ്ങളാൽ മുസ്ലിം ലീഗിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പൊന്നാനിയിലും ബാക്കിയുള്ള നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലോ ഉണ്ടാക്കുന്ന വിജയം മാത്രമല്ല മുസ്ലിം ലീഗിൽ ആളുകൾ വിലയിരുത്തുന്നത്. പാർട്ടിയെ വിലയിരുത്തുന്നത് അതിന്റെ അടുക്കും ചിട്ടയോടും മാന്യതയോടും കൂടിയുള്ള പ്രവർത്തനം കൂടിയാണ്. അതിന് അടുക്കും ചിട്ടയും കെട്ടുറപ്പും അതിന്റെ വാക്കിന് വിലയും സമയത്തുള്ള റിസൾട്ട് ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഇതെല്ലാം കൊണ്ടാണ് വടകരയിൽ നമ്മൾ നേരിട്ടത് വാസ്തവത്തിൽ എന്ത് വെല്ലുവിളിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം വർഗീയ കാർത്തെടുത്ത് കളിക്കുന്നതാണ് വടകരയിലുള്ളത്. വലിയൊരു പരീക്ഷണമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വന്നു. എന്നിട്ടും ആ വർഗീയ പ്രചരണം കൊടുമ്പി കൊണ്ടിട്ടും അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ നിരീക്ഷകന്മാരും ഇത് കടക്കൂല, ഇത് കടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവിടെ യൂണിയപ്പെട്ട സ്ഥാനാർത്ഥി തോൽക്കന്നെ ചെയ്യും എന്ന അവസാനം പോലും പറഞ്ഞിട്ടും അവിടെ വമ്പൻ വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മതേതരത്വത്തിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ള കാര്യം. ആ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കോടതികൾ തരുന്നു. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ കാണുന്നു. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെയാണ് എന്ത് വെല്ലുവിളി വന്നാലും ലീഗിനെ അടിച്ചിടാൻ കഴിയില്ല എന്ന് പൊന്നാനിയിൽ അള്ളാന്റെ ഭൂമിയിൽ പൊന്നാനിയിൽ പരീക്ഷിക്കാൻ ബാക്കി ഇനി ഒന്നുമില്ലാതായി തോന്നുന്നു. എല്ലാ തരം പരീക്ഷണങ്ങളും എല്ലാം പരീക്ഷിക്കാനുള്ള ഒരു മൂസയായി ഒരു സ്ഥലമായി പൊന്നാനിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി തോന്നുന്നു. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് പൊന്നാനിയിൽ, അതിനകത്ത് കാലത്ത് ഓർമ്മ ഉണ്ടാവും. ഞാൻ ആ ഓരോരുത്തർക്ക് പറയുന്നില്ല. അതാത് കാലത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി CPM-ഉം ഇടതുപക്ഷവും സാധാരണ തെരഞ്ഞെടുക്കുന്ന ലീഗിന്റെ ഏതെങ്കിലും പോളിസികളാണ്. അവർ നമ്മളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. പൈസക്കാർ വന്നിട്ടാലും അതുപോലെ തന്നെ മറ്റു പല സംഗതികളും ലീഗിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ കരുതുന്ന, എന്നാൽ നമുക്ക് മാത്രം അറിയുന്ന നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വിഷയം. അതുപോലെ തന്നെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കിയാൽ, വ്യതിരിച്ചാൽ, വർഗീയത ഉണ്ടാക്കിയാൽ, അങ്ങനെയുള്ള പറ്റുണ്ടാക്കിയാൽ നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് നമ്മുടെ കെട്ടുറപ്പും രാഷ്ട്രീയ അടുക്കും ചിട്ടയും മനസ്സിലാക്കാതെ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതു മുന്നണിയും കാലിന്റെ അടിയിലെ മണ്ണ് തോന്നുന്നത് അവർ മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പൊന്നാനിയിൽ വിലയിരുത്തിയപ്പോ ഈ ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടൊക്കെ എങ്ങനെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നോക്കുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു. അതിനകത്ത് നല്ല ചോർച്ചയാണ് അവർക്ക് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ ആ പരീക്ഷണം അതിനൊക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അപ്പുറം വലിയ മാനമുണ്ട്. ആ മാനം എന്ന് പറയുന്നത് പാലക്കാട് തങ്ങന്മാരുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും അതിന്റെ സംഘടനാ കെട്ടുറപ്പിനെയും വെല്ലുവിളിക്കാൻ ഇപ്പൊ തൽക്കാലം ഒരു നിലക്കും മാർക്കും കഴിയില്ല, അതിനിപ്പോ പറ്റൂല എന്നുള്ളത് തെളിയിക്കാനാണ് നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രമിച്ചത്. ആ കെട്ടുറപ്പും ആ ഭദ്രതയൊക്കെ എങ്ങനെ ഉണ്ടായി? വിശ്വാസം കൊണ്ടാണ്. വാക്കിന് വിലയുണ്ട്, മാന്യതയുണ്ട്. ഭരണം ഉണ്ടായപ്പോൾ നാടിന്റെ പരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചു.
ശ്രമിക്കുന്നില്ലേ? നമ്മൾ പ്രസംഗത്തിൽ പറയണോ? ഒരു പഞ്ചായത്ത് അവിടെ ഇന്റർലോക്ക് ചെയ്ത റോഡ് താഴത്തെ കടന്നുണ്ട്. ജാഫർ മാഷ വീട് വെച്ചാൽ ജാഫർ മാഷ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന്റെ തലപ്പത്ത് കടന്ന സൈഡിൽ അസംബ്ലിയിൽ കൃത്യാവസരം ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. വെള്ള വീടാണ്. മലപ്പുറം ജില്ല മാറ്റിയെടുത്ത പോലെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ല, നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഒരു ജില്ലയില്ല. മലപ്പുറം ജില്ല ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ ആളുകളെ വിദ്യാസമ്പന്നരാക്കുന്നതിലും പ്രബുദ്ധരാക്കുന്നതിലും സ്ത്രീ വിദ്യാഭ്യാസത്തിലും ആളുകളെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും ഇതൊക്കെയുള്ള രാഷ്ട്രീയത്തിന്റെ നല്ല പ്രവർത്തനങ്ങളുടെ മാനദണ്ഡം. നമുക്കതല്ലാത്ത രാജ്യങ്ങൾ കൂടിയുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൊക്കെ നാളെ മരിച്ചു ചെന്നാൽ അതിന്റെ പ്രതിഫലം ലഭിക്കണം എന്ന ഒരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. എല്ലാവരും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അവരൊക്കെ വെച്ച മാനദണ്ഡം തന്നെ വെച്ച് നോക്കിയാൽ ഇവരുടെയൊക്കെ ഈറ്റില്ലമായ കണ്ണൂരിനേക്കാളും ഇവരുടെയൊക്കെ വലിയ സ്വാധീന മേഖലയായിരുന്ന ജില്ലകളെക്കാളൊക്കെ എവിടെയോ എത്തി നമുക്ക് സ്വാധീനമുള്ളവരാണ്. ഒരക്രമമില്ല, വർഗീയതയില്ല, വിഭാഗീയതയില്ല. അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആളുകളുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും മെഡിക്കൽ കോളേജിലും പോകുമ്പോൾ കാണാം. വലിയ ഗിരിപ്രഭാഷണം നടത്തും സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് കാര്യം. പക്ഷേ അത് പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങളെ കണ്ട് പഠിക്കണം. നിങ്ങളൊക്കെ ഈ പുരോഗമന പാർട്ടിക്കാരൊക്കെ നിങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കും. BJP ഭരിക്കുന്നില്ല, പക്ഷേ മഷിട്ട് തെരഞ്ഞെടുപ്പ് നോക്കിയിട്ട് പോലും ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള തീവ്രവാദം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? ഇപ്പോഴും ചർച്ചയാണ്. ഇന്നലെ ഒരു കണ്ണൂരിലെ നേതാവ് പറഞ്ഞിരിക്കുന്നു, CPM-ന്റെ ഇവിടെ IS-ലേക്ക് ആൾ കൊണ്ടുപോകുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. നമ്മൾ വളരെ ശക്തമായി പ്രതികരിച്ചു. നമുക്കേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ IS-ഉം വളരില്ല, തീവ്രവാദവും വളരില്ല. കാരണം ഇവിടെ നിറച്ച് നിങ്ങളല്ല, ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതൊന്നും ഇവിടെ വളരാത്തതാണ്. പൊന്നാനി പരീക്ഷണത്തിന്റെ ഒരു ഘട്ടത്തില് ന്യൂനപക്ഷ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നോക്കിയത് ഞങ്ങൾക്കെതിരായി. പക്ഷെ ഞങ്ങളതിന് എതിർത്ത് തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോ ഞങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കി ഞങ്ങളുടെ നാളെ കൂട്ടി ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വിജയം. സ്വതന്ത്രന്മാരൊക്കെ ഇറക്കി അവര് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. അത് അതിജീവിച്ച് ഇന്ത്യക്ക് മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്. ഇപ്പൊ സ്വതന്ത്രന്മാരൊക്കെ അവർക്ക് തന്നെ വിലയായി. അത് വേറെ വാളിട്ടവൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അതിലേക്ക് വല്ലാതെ കണ്ടാത്താറുണ്ട്. അപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ചിട്ടയോടും കെട്ടുറപ്പോടും ആദർശ വൈഭവത്തോടും പ്രതികരണങ്ങൾ മാന്യത ഉയർത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ അടിച്ച് കടം നിന്നുണ്ടെങ്കിൽ അടിച്ച് രണ്ടു കൊടുത്ത് എട്ടുമൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി. നമ്മുടേതല്ല, നമ്മുടെ മാത്രം കഴിവുകൊണ്ട് അസംബ്ലി ലീഗിന്റെ പെർഫോമൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മോശമായിരുന്നില്ല. പക്ഷേ ഭരണം കിട്ടിയില്ല. അത് വേറെ. അതിന് മുമ്പത്ത് 2011 ഭരണം കിട്ടുമായിരുന്നില്ല. ഒരാളെ ഒരു ലക്ഷത്തിനാണ് ഭരണം കിട്ടിയത്. അലിസാഹിബ് കൂടി വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഞമ്മുണ്ടാക്കിയ തന്ത്രം കൊണ്ട് ലീഗ് പിടിച്ചു നിന്നതുകൊണ്ട് ഒരാളെ ഭൂരിപക്ഷത്തിൽ ഭരണം കിട്ടുകയും പിന്നെ ഒരാളെ ഭൂരിപക്ഷം വെച്ച് 5 കൊല്ലം കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുകയും ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. തന്ത്രപൂർവ്വം നമ്മളെടുത്ത നടപടികളാണ് 2011. അല്ലെങ്കിൽ അന്ന് തന്നെ ഈ നിയോജനങ്ങളുടെ വിഭജനം അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളത് ഉൾപ്പെടുന്നു. കഴിഞ്ഞ അസംബ്ലി നിയോജകമണ്ഡല വിഭജനം അത്രമാത്രം ഏകപക്ഷീയമായി നടന്ന സ്ഥിതിയിൽ കേരളത്തിൽ. പക്ഷേ 2011 നമുക്ക് അധികാരത്തില്ല. പഞ്ചായത്തുകളുണ്ട്.
കോവിഡിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോവിഡിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഉറപ്പിച്ച ഭരണം ഇല്ലാതെ നമ്മുടേതായ കുറ്റം കൊണ്ടല്ല, പല കാരണങ്ങളാണ്. പക്ഷെ ഇത്തവണ ഒരു കാരണം കൊണ്ടും കേരളത്തിൽ ഭരണം നടത്തപ്പെടാൻ ഒക്കൂല. ഇത് നമ്മുടെ പ്രശ്നമല്ല, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാളെ അപകടത്തിലാണ്. ഡെവലപ്മെന്റ് ഇല്ല, പണമില്ല, വെൽഫെയർ സ്കീംസ് ഇല്ല. ഇവിടെ വളരെ നല്ല നിലക്ക് നടന്ന സ്കൂൾ വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും വലിയ വെല്ലുവിളിയെ നേരിടുന്നു. എയ്ഡഡ് സ്കൂളുകൾ വലിയ വെല്ലുവിളിയെ നേരിടുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ, അതിൽ ഈ ഗവൺമെന്റിന് നയമില്ല. ആശുപത്രികൾ നമുക്കറിയാം, പനി വാങ്ങാൻ പൈസ ഇല്ല. ഡെയിലി ഇപ്പൊ വാർത്ത ഇല്ലാതായി, ഓപ്പറേഷൻ നടക്കുന്നില്ല. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, ഓപ്പറേഷന്റെ ഉപകരണങ്ങളില്ല. കാര്യക്ഷമത പറ്റപ്പോയി. ഡോക്ടർമാരൊക്കെ എന്തോ ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് പോയി. രാജ്യത്തിന്റെ കാര്യക്ഷമത പാടേ തകർന്ന് കരിപ്പണായി. അതിന് പുറമാണ് ഇപ്പോൾ രണ്ടാമത് വന്ന ഈ പിണറായി ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അനവധി കാര്യങ്ങളും പൂരം കലക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് എന്ത് ഏർപ്പാടാണ് പൂരം കലക്കി എന്ന് നമ്മളല്ല പറയുന്നത്. ഞങ്ങൾ കലക്കിയതാണ് എന്ന് പറയുന്നതിന് തുല്യാണ്. അവരുടെ തന്നെ ആള് വന്നത് പറയാം. പൂരം കലക്കിയത് എന്തിനാണ് എന്ന് പറഞ്ഞതുപോലെ പൊന്നാനിക്കൊന്ന് വടകരക്ക് പറയാം, ഞങ്ങൾക്ക് വോട്ടിടണം. ഇതാണ് ഇടതുമുന്നണി ഇപ്പോഴത്തെ തന്ത്രം. വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട്, ഇന്ത്യയെ ഡിവൈഡ് ചെയ്തുകൊണ്ട് BJP ദേശീയ തലത്തിൽ കളിക്കുന്ന കളി വേറൊരു തലത്തിൽ ഇവിടെ കേരളത്തിൽ അവരും കണ്ടുകൊണ്ടിരിക്കുക. പൂരം കലക്കിയ വലിയ വൈകാരികമായ സാഹചര്യം അതിനെ നയിക്കുന്ന ആളുകൾക്കുണ്ടാവും. അവരെല്ലാം കൂടി രോഷം ആരോടാവും? അവരെന്നെ തീരുമാനിച്ചിട്ടാണ്. ഒരു രോഷം അവരോടായിക്കോട്ടെ, രണ്ടാമത്തെ രോഷം കോൺഗ്രസിനോട്. സന്തോഷം ആർക്കാണ് അവർ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. BJP അവരവിടെ വന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. പൂരത്തിന്റെ ആളുകളാകുമ്പോൾ പൂരം കഴിക്കുന്നതിനായുള്ള വികാരം വോട്ട് BJP. അപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് എന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും കാലം ഏതാനും MLA-മാർ, അവരുടെ MLA-മാരൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ CPI പോലും ഒക്കെ പറയാൻ തുടങ്ങി. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു മോചനം അനിവാര്യമാണ്. പഞ്ചായത്തുകൾക്ക് മോചനം വേണം. പഞ്ചായത്തുകൾക്ക് കാശില്ല, വലിയ കഷ്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ സ്ഥിതി. കാശേക്കാൾ കാശുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ആളുമില്ല. ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കില്ല, ജഡ്ജി കൊടുക്കുക, എഞ്ചിനീയർമാരെ കൊടുക്കില്ല, ക്ലർക്കുമാരെ കൊടുക്കില്ല. ഉള്ളവരെ മാറ്റും, കൂട്ടത്തോടെ മാറ്റും. അവരൊരാളെ പോസ്റ്റ് ചെയ്യൂല. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് വിധേയമാവാതെ ധാരാളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ നമ്മൾ ഉണരണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, ഉണർന്ന് പ്രവർത്തിക്കണം. പഞ്ചായത്തുകളുടെ ഭരണം UDF-ന് കിട്ടണം. അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം UDF-ന് കിട്ടണം. എന്നിട്ട് നമ്മുടെ പഴയ ഐശ്വര്യകാലത്തേക്ക് കേരളം കൊണ്ടുപോകണം. ഇന്ന് നമ്മളുടെ റോഡുകളുടെ അന്ന് നമ്മൾ നന്നാക്കിയിട്ടതാണ് പലതും. ആ റോഡുള്ളതുകൊണ്ടാണ് ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് മൂവിയാനേ പറ്റില്ല. ആകെ കേന്ദ്രത്തിൽ കുറച്ച് ഫണ്ട് കിട്ടി ഒരു നാഷണൽ ഹൈവേ ഉണ്ട്. അതിങ്ങനെ ചൈനയിലെ വന്നത് പോലെ കിടക്കുകയാണ്. എത്ര കാലം കിടക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പുറത്ത് പുറത്ത് പോകാനും പറ്റൂല, അടിയിൽ കൂടി കൂടിയിട്ട് പോകാനും പറ്റൂല, നൂറ് പോകാനും പറ്റൂല. പള്ളിയപ്പുറം മാലിപ്പുറം എല്ലാം കൂടിയായിട്ട് കിടക്കുക. എല്ലാ ജനങ്ങളും സഹിച്ചുന്ന റോഡ് വരുന്നതൊന്നുമില്ല. അപ്പൊ ജനജീവിതം തന്നെ ദുസ്സഹമാക്കി ആകപ്പാടെ കാട്ടാന കയറിയ മുളകൂർ പോലെ കിടപ്പാക്കിയിട്ടേ പോകുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത്തവണെങ്കിലും പോയില്ലെങ്കിൽ നമ്മളെപ്പോ ആ കാര്യത്തിൽ യാതൊരു. അപ്പൊ അതുകൊണ്ട് ഈ വാർഷിക കൗൺസിൽ നമ്മൾ വിലയിരുത്തുന്നത് ഇതുവരെയുള്ളത് വളരെ നന്നായി. പക്ഷേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളവും നമുക്ക് കിട്ടിയില്ലെങ്കിൽ
ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ കേരളം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും. അതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അത് സാധാരണ സ്ഥിതിയല്ല. എല്ലാവരും സടകുടഞ്ഞ് എണീക്കണമെന്നാണ് ഈ വാർഷിക കൗൺസിലിലേക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ഈ ഇന്നത്തെ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.